السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിലെ വദായിഫ് റമളാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുഖ്തസർ, അതിൻ്റെ സംക്ഷിപ്തം. അതിൽ ഒരു മുഖദ്ദിമ നമ്മൾ വായിച്ചു, മജ്ലിസുൽ അവ്വൽ എന്ന് കൊടുത്ത് വായിച്ചു. അൽ മജ്ലിസു സാനിയാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജൂദിനെയും ഖുർആൻ പാരായണത്തെയും, റമളാനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചിരുന്ന ഔദാര്യത്തെയും ഖുർആൻ പാരായണത്തെയും എല്ലാം പരാമർശിക്കുന്ന ഹദീസിനെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദായ വ്യക്തിയായിരുന്നു, അഥവാ വളരെയധികം ഔദാര്യം ചൊരിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു. അത് റമളാനിന് പുറമേയും അങ്ങനെയായിരുന്നു, റമളാനിൽ അത് അധികരിച്ചിരുന്നു എന്ന കാര്യങ്ങൾ നാം പറയുകയുണ്ടായി. അതിനുശേഷം ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വദല്ലൽ ഹദീസു അയ്ളൻ അല ഇസ്തിഹ്ബാബി ദിറാസത്തിൽ ഖുർആൻ ഫി റമളാൻ. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ഈ ഹദീസ് അറിയിക്കുന്നു റമളാനിൽ ഖുർആൻ പഠനത്തിന് വേണ്ടി ഖുർആൻ പഠിക്കുക, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുക, അത് പഠിക്കുക എന്നുള്ളതെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണെന്ന് ആ ഹദീസ് അറിയിക്കുന്നു. വലിജ്തിമാഇ അലാ ദാലിക വഅർദിൽ ഖുർആനി അലാ മൻ ഹുവ അഹ്ഫദു ലഹു മിൻഹു. അതുപോലെ ഖുർആൻ പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുക, അതുപോലെ തന്നെ ഖുർആൻ്റെ ഹിഫ്ള് ഒരാൾക്കുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഖുർആൻ അറിയുമെങ്കിൽ അവനേക്കാൾ ഹിഫ്ളുള്ള, അവനേക്കാൾ അറിയുന്ന ആൾക്ക് അത് ഓതിക്കൊടുക്കുക എന്നുള്ളതെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന് ഖുർആൻ ഓതിക്കൊടുത്തിരുന്നു എന്നത്. വഫീഹി ദലീലുൻ, അതുപോലെ ആ ഹദീസിൽ തെളിവുണ്ട്, അല ഇസ്തിഹ്ബാബിൽ ഇക്സാരി മിൻ തിലാവത്തിൽ ഖുർആൻ ഫീ ഷഹ്രി റമളാൻ. റമളാൻ മാസത്തിൽ ഖുർആൻ പാരായണം അധികരിപ്പിക്കുക എന്നുള്ളതിനും ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്. വഫി ഹദീസ് ഫാത്തിമ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അൻ അബീഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഉപ്പ, ഫാത്തിമ ബിയുടെ ഉപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട്, അന്നഹു അഖ്ബറഹ അന്ന ജിബ്രീല കാന യുആരിദുഹുൽ ഖുർആന കുല്ല ആമിൻ മറത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ അറിയിക്കുകയുണ്ടായി, എല്ലാ വർഷത്തിലും ഒരു തവണ, റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കാറുണ്ടായിരുന്നു. വഅന്നഹു ആറദഹു ഫി ആമി വഫാതിഹി മറത്തൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വർഷത്തിൽ ആ റമളാനിൽ 2 തവണ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നുള്ളത് ഫാത്തിമ ബീവി ഉദ്ധരിക്കുന്നുണ്ട്. വഫി ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതിൽ, അന്നൽ മുദാറസത ബൈനഹു വ ബൈന ജിബ്രീൽ കാനത്ത് ലൈലൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും ഈ ഖുർആൻ പാരായണം നടത്തിയിരുന്നത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കൊടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം കേട്ടിരുന്നത് രാത്രിയിലായിരുന്നു എന്ന് കാണാം. ഫദല്ല അല ഇസ്തിഹ്ബാബിൽ ഇക്സാരി മിനത്ത് തിലാവ ഫി റമളാൻ ലൈലൻ. അതുകൊണ്ട് തന്നെ അത് അറിയിക്കുന്നു റമളാനിൻ്റെ രാത്രികളിൽ ഖുർആൻ പാരായണം അധികരിപ്പിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഫഇന്നൽ ലൈല തൻഖതിഉ ഫീഹി ശവാഗിൽ. കാരണം രാത്രി എന്നുള്ളത് അവൻ്റെ ചിന്തകൾ, അവൻ്റെ തിരക്കുകൾ, അവൻ്റെ ബാക്കിയുള്ള തിരക്കുകൾ ഒഴിവായിട്ടുള്ളൊരു സമയമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിൻ്റെ പല കിതാബുകളും പറയുന്നുണ്ട്, ഒരാൾക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമാണ് എന്ന് അറിയിക്കുന്ന ചില അടയാളങ്ങളിൽ പെട്ടതാണ്, ഒന്ന്, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം മറ്റുള്ള ചിന്തകളിൽ നിന്നാം ഒഴിവായി കിടക്കാൻ ഉറങ്ങുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ, അവൻ്റെ ജോലിയിൽ നിന്നും ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായിട്ടുള്ള സമയമാണ്. അവൻ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. അതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന, അവൻ്റെ റൂഹ് തിരിച്ചു ലഭിക്കുന്ന ആ സമയത്ത് അവൻ ആദ്യം അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്.
പിന്നെ 2 സമയം, ഒന്ന് നിസ്കാരവും നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴും 2 മുസീബത്ത് ബാധിക്കുമ്പോഴും. ഈ 4 സമയങ്ങളിൽ ഒരാൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നുണ്ട് എങ്കിൽ, അവൻ ഓർമ്മ വരുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമായിട്ടുള്ളവനാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ രാത്രി എന്നുള്ളത് മറ്റുള്ള തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിവാകുന്ന സമയമാണ്. വതജ്തമിഉ ഫീഹിൽ ഹിമം, ഒരുത്തൻ്റെ ചിന്ത, അവൻ്റെ ചിന്തകളെല്ലാം, അവൻ്റെ ഖൽബിൻ്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുന്ന സമയമാണ് രാത്രി എന്നുള്ളത്, അതെല്ലാം ഒരുമിക്കുന്ന. വയതവാതഉ ഫീഹിൽ ഖൽബു വൽ ലിസാനു അല തദബ്ബുർ, ആ സമയത്ത് ഖൽബും നാവുമെല്ലാം ഉറച്ചു നിൽക്കും. ഖൽബിന് ഒരു സ്ഥൈര്യമുണ്ടാകും, അതുപോലെ നാവിനും ഒരു സ്ഥൈര്യമുണ്ടാകും. തദബ്ബുർ ചെയ്യാൻ അത് ഉപകരിക്കും. അഥവാ പകലിൽ മറ്റുള്ള തിരക്കുകൾക്കിടയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാളും രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഖുർആൻ ഉറ്റാലോചിക്കാൻ കൂടുതൽ പ്രേരണയേകുന്ന കാര്യമാണ്. കമാ ഖാല തആല, ഏതുപോലെ അല്ലാഹു തആല സൂറത്തുൽ മുസമ്മിലിലെ 6-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല, രാത്രിയിലെ നിസ്കാരം, നാശിഅത്തൽ ലൈൽ എന്നുള്ളത് നിസ്കാരവും നിസ്കാരത്തിലെ ഖുർആൻ പാരായണവും, ഹിയ അശദ്ദു വത്അൻ, അത് ഖൽബിന് കൂടുതൽ സ്ഥൈര്യമേകുന്നതും വഖ്വമു ഖീല, വാക്കിനെ നേരെയാക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. അഥവാ കൂടുതൽ സ്ഥൈര്യം ഖൽബിനും നാവിനും എല്ലാം ലഭിക്കുന്ന കാര്യമാണ്. വശഹ്റു റമളാൻ ലഹു ഖുസൂസിയ്യത്തുൻ ബിൽ ഖുർആൻ, ഇനി റമളാനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലോ പൊതുവേ രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യാന്നുള്ളത് തന്നെ അഫ്ളലാണ്. കാരണം കൂടുതൽ ശ്രദ്ധിക്കാനും കൂടുതൽ ഉറ്റാലോചിക്കാനും എല്ലാം കാരണമാകും രാത്രിയിലെ ഖുർആൻ പാരായണം. റമളാനാവുമ്പോൾ അതൊന്നുകൂടി പ്രത്യേകമായി. കാരണം കമാ ഖാല തആല, അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹി അൽ ഖുർആൻ, റമളാൻ എന്നുള്ളത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. അപ്പോൾ റമളാനിലെ ഖുർആൻ പാരായണം കൂടുതൽ പ്രത്യേകതയുണ്ട്. അത് രാത്രിയിൽ കൂടുതൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉറ്റാലോചിക്കാനും എല്ലാം ഉപകരിക്കും. وقد كان النبي صلى الله عليه وسلم يطيل القراءة في قيام رمضان بالليل أكثر من غيره. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള ദിവസങ്ങളിലെ രാത്രി നിസ്കാരത്തിനേക്കാൾ റമളാനിലെ രാത്രി നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു. വഖദ് സ്വല്ല മഅഹു ഹുദൈഫത്തു ലൈലതൻ ഫീ റമളാൻ, ഒരിക്കൽ റമളാനിലെ ഒരു രാത്രിയിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കുകയുണ്ടായി. ഫഖറഅ ബിൽ ബഖറതി സുമ്മ ബിൻ നിസാഇ സുമ്മ ബി ആലി ഇമ്രാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റക്അത്തിൽ തന്നെ സൂറത്തുൽ ബഖറയും പിന്നെ സൂറത്തുൽ നിസാഉം സൂറത്തുൽ ആലി ഇമ്രാനും പാരായണം ചെയ്യുകയുണ്ടായി. ലാ യമുറു ബി ആയത്തി തഖ്വീഫിൻ ഇല്ലാ വഖഫ വസഅല, മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ ഭാഗമാണ്. ആ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത്, രാത്രി നിസ്കാരത്തിലെല്ലാം പാരായണം ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന, നരകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ശിക്ഷയെക്കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചോ എല്ലാം ഭയപ്പെടുത്തുന്ന സമയത്തുള്ള ആയത്തുകൾ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഇല്ലാ വഖഫ വസഅല, അവിടെ നിർത്തുകയും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയാണ്. പ്രത്യേകിച്ചും ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ, രാത്രി നിസ്കാരങ്ങളിലെല്ലാം റഹ്മത്തിൻ്റെ ആയത്തെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു റഹ്മത്തിനെ ചോദിക്കും, സ്വർഗത്തിനെത്തുമ്പോൾ സ്വർഗത്തിനെ ചോദിക്കും, നരകത്തിനെത്തുമ്പോൾ നരകത്തിന് രക്ഷ ചോദിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. വകാന ഉമറു ഖദ് അമറ ഉബയ്യ ഇബ്നു കഅബ് വതമീമൻ അദ്ദാരി, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ റമളാനിലെ രാത്രി നിസ്കാരം ഒരു ഇമാമിൻ്റെ കീഴിലായി ഏകോപിപ്പിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇമാമിയങ്ങളായി നിശ്ചയിച്ചത് ഉബയ്യ് ഇബ്നു കഅബും തമീമൻ അദ്ദാരി റളിയല്ലാഹു അൻഹുമ, ഇവർ രണ്ടുപേരെയായിരുന്നു. അൻ യഖൂമ ബിന്നാസി ഫി ഷഹ്രി റമളാൻ, റമളാനിൽ ജനങ്ങളെ കൊണ്ട് രാത്രി നിസ്കരിക്കാൻ, ഒരുമിച്ച് ജമാഅത്തായി കൊണ്ട് മസ്ജിദിൽ നിർവഹിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ഈ രണ്ട് ഇമാമികളെ നിശ്ചയിച്ചു. ഫകാന അൽ ഖാരിഉ യഖറഉ ബിൽ മിഈന ഫി റക്അത്തിൻ, അവിടെ ഈ ഇമാമിയങ്ങൾ, ഇമാമാക്കിയിരുന്ന ആളുകൾ അവരൊരു റക്അത്തിൽ തന്നെ മിഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിലെ സൂറത്തുകളെ 4 കൊണ്ട് തിരിച്ചത് കാണാൻ സാധിക്കും. 1 അത്തിവാൽ, 2 അൽ മിഈൻ, 3 അൽ മസാനി, 4 അൽ മുഫസ്സൽ. ഈ 4 ഇനങ്ങളിലായി ഖുർആനിൻ്റെ സൂറത്തുകൾ അതിൻ്റെ വലിപ്പത്തെ പരിഗണിച്ചുകൊണ്ട് ഉലമാക്കൾ വേർതിരിച്ചിട്ടുണ്ട്.
തിവാൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയ സൂറത്തുകൾ, പ്രധാനമായിട്ടും 7 സൂറത്തുകളാണ്. സൂറത്തുൽ ബഖറ, ആലി ഇമ്രാൻ, അന്നിസ, മാഇദ, അൻആം, അറാഫ്, അൻഫാൽ പോലെയുള്ള വലിയ സൂറത്തുകൾക്കാണ് തിവാൽ എന്ന് പറയുന്നത്. അൽ മിഅ അൽ മിഈൻ എന്നതിൽ ഉൾപ്പെടുന്നത് 100ൻ്റെ അടുത്ത്, 100 എന്നുള്ള എണ്ണത്തിനോട് കുറഞ്ഞോ കൂടിയോ അടുത്ത് നിൽക്കുന്ന, ചിലപ്പോൾ 98 ആവാം, ചിലപ്പോൾ 105 ആവാം, അങ്ങനെയൊക്കെ ആയത്തുകൾ എണ്ണം നിൽക്കുന്നത്. അതിൽപ്പെട്ട ഉദാഹരണങ്ങളാണ് സൂറത്ത് യൂനുസ്, ഹൂദ്, യൂസുഫ്, ഇസ്രാ, കഹ്ഫ് അതുപോലെയുള്ളത്. അൽ മസാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-നേക്കാൾ മിയിൽ പെടാതെ അതിനേക്കാൾ കുറവായിരിക്കും, എന്നാൽ മുഫസ്സലിനേക്കാൾ കൂടുതലായിരിക്കും. മുഫസ്സൽ പൊതുവെ പറയാറുള്ളത് സൂറത്തുൽ ഖാഫിൽ നിന്ന് താഴോട്ടുള്ളതാണ്. അപ്പോൾ അത്ര ചെറുതാവൂല, എന്നാൽ 100ൻ്റെ അടുത്ത് എത്തൂല, അതിൻ്റെ ഇടയിൽ വരുന്നതിനാണ് മസാനി എന്ന് പറയുന്നത്. സൂറത്തുൽ ഖസസ്, അൻകബൂത്ത്, അർ-റൂം പോലെയുള്ള ലുഖ്മാൻ, സജ്ദ അങ്ങനെയുള്ള സൂറത്തുകൾ. ഇനി മുഫസ്സലായ സൂറത്തുകൾ സൂറത്ത് ഖാഫ് മുതൽ അങ്ങോട്ട് നാസ് വരെയുള്ള സൂറത്തുകൾക്കാണ് മുഫസ്സൽ എന്ന് പറയുക. അത് തന്നെ 3 വേർതിരിച്ചിട്ടുണ്ട്. തിവാലുൽ മുഫസ്സൽ, ഔസാത്തുൽ മുഫസ്സൽ, ഖിസാറുൽ മുഫസ്സൽ. തിവാലുൽ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ ഖാഫ് മുതൽ അമ്മ വരെ, ഔസാത്ത് എന്ന് പറഞ്ഞാൽ അമ്മ മുതൽ ദുഹ വരെ, അതുപോലെ ഖിസാർ എന്ന് പറഞ്ഞാൽ ദുഹ മുതൽ അന്നാസ് വരെ. ഇവിടെ ഉലമാക്കൾ ഈ ഇനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ നിസ്കാരങ്ങളിൽ ഏതൊക്കെ തരത്തിൽ ഏത് ഇനത്തിൽ പെടുന്ന സൂറത്തുകൾ ഓതാം എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യുന്നിടത്ത് ചില ഫുഖാക്കൾ ഈ രീതിയിൽ അഭിപ്രായപ്പെട്ടതാണ്. മഗ്രിബിൻ്റെ സമയത്ത് ഖിസാറുൽ മുഫസ്സലാണ് ഓതേണ്ടത്, ഫജ്റിനൊക്കെ തിവാൽ മുഫസ്സലാണ് ഓതേണ്ടത്. അധികവും മുഫസ്സലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയിരുന്നത് നിസ്കാരങ്ങളിൽ. ഇടയ്ക്കെല്ലാം വലുതും ഓതിയിരുന്നു എന്ന നിലക്ക്. അവിടെ പറഞ്ഞത് സഹാബികൾ ആ നിലക്കുള്ള സൂറത്തുകൾ ഒരു റക്അത്തിൽ തന്നെ 100ൻ്റെ എണ്ണത്തിൽ വരുന്ന സൂറത്തുകളാണ് പാരായണം ചെയ്തിരുന്നത്. ഹത്താ കാനൂ യഅ്തമിദൂന അലൽ ഇസ്സിയ്യി മിൻ തൂലിൽ ഖിയാം. ആ സുദീർഘമായി നിസ്കരിക്കുന്ന കാരണത്താൽ മഅ്മൂമീങ്ങളിൽ പലരും വടിയിൽ കുത്തിക്കൊണ്ട്, നൃത്തം അത്രയും ദീർഘിച്ചിട്ടുണ്ടാവും, അപ്പോൾ വടിയിൽ കുത്തിക്കൊണ്ട് നിന്ന് നിസ്കരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. വമാ കാനു യൻസരിഫൂന ഇല്ലാ ഇൻദൽ ഫജ്ർ. ഫജ്റിൻ്റെ സമയത്തല്ലാതെ അവർക്ക് പിരിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നിസ്കാരം അത്രയും ദീർഘിച്ച് ഫജ്ർ ആവുമായിരുന്നു അവർ പിരിഞ്ഞു പോകാൻ. അങ്ങനെ ആയപ്പോൾ വറുവിയ അന്ന ഉമർ ജമഅ സലാസത ഖുറാഇൻ, അങ്ങനെ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു 3 ഖാരിയങ്ങളെ, മൂന്നാമത് വേറൊരു സഹാബിയെയും ഇമാമായി നിശ്ചയിക്കുകയും ഫഅമറ അസ്റഅഹും ഖിറാഅത്തൻ അൻ യഖറഅ ബിന്നാസി 30, അതിൽ വേഗത്തിൽ ഓതുന്ന ആളോട്, അഥവാ കുറച്ച് ഓത്തുമ്പോൾ ആൾക്കാർ പല രീതി ഉണ്ടാവുമല്ലോ, അതിൽ കുറച്ച് വേഗത്തിൽ ഓതുന്ന ആളോട് 30 ആയത്ത് റക്അത്തിൽ ഓതിയാൽ മതിയെന്നും വൗസതഹും ബിഖംസിൻ വഇശ്രീൻ, ആ വേഗത്തിലല്ലാതെ കുറച്ചൊന്ന് പതുക്കി ഓതുന്ന ആളോട് 25ഉം വബ്തഅഹും ബിഇശ്രീൻ, മെല്ലെ ഓതുന്ന ആളോട് 20 ആയത്ത് ഓതാൻ വേണ്ടി നിയമിക്കുകയുണ്ടായി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. അഥവാ വേഗത്തിൽ ഓതുകയാണെങ്കിൽ ആയത്തിൻ്റെ എണ്ണം കൂടിയിട്ടും മെല്ലെ ഓതുകയാണെങ്കിൽ ആ സമയം ഒരേപോലെ ആളുകൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നൊരു സമയം വരെ നിശ്ചയിച്ചു എന്ന് കാണാം. സുമ്മക്കാന ഫി സമാനി താബിഈൻ, അങ്ങനെ സ്വഹാബികളുടെ കാലത്തിന് ശേഷം താബിഈങ്ങളുടെ കാലം എത്തിയ സമയപ്പോൾ ആ സമയത്ത് യഖ്റഊന ബിൽ ബഖറത്തി ഫി ഖിയാമി റമളാൻ ഫി 8 റക്അത്തിൻ, സൂറത്തുൽ ബഖറ തന്നെ അവർ ഓതി പൂർത്തീകരിച്ചിരുന്നത് 8 റക്അത്തുകളായിക്കൊണ്ടായിരുന്നു. അഥവാ 8 റക്അത്തുകളിൽ സൂറത്തുൽ ബഖറ ഓതി തീർക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതായത് അങ്ങനെ ഓതിയിരുന്നത്. ഫൈൻ ഖറഅ ബിഹാ ഫി 12 റക്അത്തൻ റഅൗ അന്നഹു ഖദ് ഖഫഫ, അവർ ഇനി 22 റക്അത്ത് ആയിക്കൊണ്ട് നിസ്കരിക്കുകയാണ് എങ്കിൽ 23 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ളത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ. 12 റക്അത്ത്. ഫൈൻ ഖറഅ ബിഹാ ഫി 12 റക്അത്തൻ, 12 റക്അത്ത് ആണെങ്കിൽ റഅൗ അന്നഹു ഖദ് ഖഫഫ, അത് പിന്നെ ഒന്നുകൂടി കുറച്ച് നിസ്കരിക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ചില റിവായത്തുകളിൽ 13 റക്അത്ത് രാത്രി നിസ്കാരം നിസ്കരിച്ചതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അവർ മാറ്റി സൂറത്തുൽ ബഖറ ഓതാറുണ്ടായിരുന്നു. ഇവിടെ ഓതുന്ന അളവ് പറയാം. ഖാല ഇബ്നു മൻസൂർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സുഇല ഇസ്ഹാഖ് യഅനി ഇബ്നു റാഹ്വയ്, ഇസ്ഹാഖ് ബിൻ റാഹ്വയ് പിന്നെ സൽഫുകളിൽപ്പെട്ട ഇമാമാണ്. അദ്ദേഹത്തിന് മദ്ഹബ് ഉണ്ടായിരുന്നു, വലിയ പണ്ഡിതനാണ്, സൽഫുകൾ അയിമ്മത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, കം യുഖ്റഉ ഫീ ഖിയാമി ശഹ്രി റമളാൻ, റമളാനിലെ രാത്രി നിസ്കാരത്തിൽ എത്രയാണ് ഖുർആൻ പാരായണം ചെയ്യപ്പെടേണ്ടത് എന്ന്. ഫലം യുറഖിസ് ഫീ ദൂനി 10 ആയാത്തിൻ മിനൽ ബഖറ, അദ്ദേഹം ഇസ്ഹാഖ് ബിൻ റാഹ്വയ്
സൂറത്തുൽ ബഖറയിലെ 10 ആയത്തിൽ കുറവ് ഒരു റക്അത്തിൽ പാരായണം ചെയ്യരുത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതൊരു അളവ് കൊടുത്തിട്ടുണ്ട്. അഥവാ സൂറത്തുൽ ബഖറയിലെ ഒരായത്തിൻ്റെ അളവ് നോക്കിയിട്ട് അതിൽ 10 ആയത്തെങ്കിലും മിനിമം ഓതുന്ന അവസ്ഥയിലായിരിക്കണം രാത്രി നിസ്കാരത്തിൽ ഓതേണ്ടത്. ഫഖീല ലഹു ഇന്നഹും ലാ യർദൗൻ, അദ്ദേഹത്തിനോട് പറയപ്പെട്ടു ആളുകൾക്ക് അത് തൃപ്തിയല്ല, ആളുകൾക്ക് അതിലും കുറയണമെന്ന് ആഗ്രഹമുണ്ട്. ഫഖാല ലാ റദു ഫലാ തഉമ്മഹും ഇദാ ലം യർദൗ ബിഅശ്രി ആയാതി മിനൽ ബഖറ. അദ്ദേഹം ഇമാം നിൽക്കുന്ന ആളോട് പറഞ്ഞത്, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, 10 ആയത്തിൽ 10 ആയത്ത് കൊണ്ട് അവർ സൂറത്തുൽ ബഖറയിലെ 10 ആയത്ത് അവർ തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ അവർക്ക് നിങ്ങൾ ഇമാം നിൽക്കണ്ട എന്ന നിലയ്ക്ക് വരെ പറഞ്ഞു. സുമ്മ ഇദാ സിർത ഇലൽ ആയാത്തിൽ ഖിഫാഫി ഫബിഖദ്രി 10 ആയാത്തി മിനൽ ബഖറ. ഇനി ചെറിയ ചെറിയ ആയത്തുകളാണ് എങ്കിൽ സൂറത്തുൽ ബഖറയിലെ 10 ആയത്തുകൾ അളവ് എത്രയാണ് വരിക, അത് ഓതാൻ എത്ര സമയമാണ് കൊടുക്കുക, ആ സമയം ഓതാൻ വേണ്ടി പറഞ്ഞിരുന്നു. യഅനി ഫി കുല്ലി റക്അത്തിൻ, അതായത് ഓരോ റക്അത്തിലും. അപ്പോൾ പണ്ഡിതന്മാർ ഇതിവിടെ ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉലമാക്കൾ എന്താണ് ഒരു രാത്രി നിസ്കാരത്തിൽ ഖിയാമു റമദാനിൽ ഒരു റക്അത്തിൽ എത്ര പാരായണം ചെയ്യണം, അല്ലെങ്കിൽ ഖുർആൻ എത്ര പാരായണം ചെയ്യപ്പെടണം എന്നുള്ള ചർച്ചയിൽ വന്നിട്ടുള്ള ചില അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ഇമാമാക്കിയപ്പോൾ 100 ആയത്തുകൾ ഓതിയിരുന്നു. പിന്നെ അതൊരു 30 ആയത്തിൻ്റെ വേഗത്തിൽ ഓതുന്ന 30 ആയത്തിൻ്റെ അളവിൽ നിശ്ചയിക്കുകയുണ്ടായി. താബഈങ്ങളുടെ കാലത്ത് സൂറത്തുൽ ബഖറ 8 12 റക്അത്തുകൾ പൂർത്തീകരിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് അയിമ്മത്തുകളുടെ കാലഘട്ടത്തിൽ പിന്നെ അവർ വെച്ചിരുന്ന ഒരു കണക്ക്, ഇസ്ഹാഖ് ഇബ്നു റാഹ്വൈ പറഞ്ഞിട്ടുള്ള കണക്ക്, സൂറത്തുൽ ബഖറയിലെ 10 ആയത്ത് ഓതുന്ന സമയമെങ്കിലും ഒരു റക്അത്തിൽ ആയത്തുകൾ ഓതണം. വകദാലിക കരിഹ മാലികുൻ അൻ യുഖ്റഅ ദൂന 10 ആയാത്ത്. അതുപോലെ തന്നെ ഇമാം മാലിക്കും 10 ആയത്തിൽ കുറവ് ഓതുന്നതിനെ വെറുത്തിരുന്നു. വസുഇലൽ ഇമാമു അഹ്മദ്, ഇനി ഇമാം അഹ്മദിനോട് ചോദിക്കപ്പെട്ടു, അമ്മാ റുവിഅ അൻ ഉമറ കമാ തഖദ്ദമ ദിക്റുഹു ഫി സരീഇൽ ഖിറാഅത്തി വൽ ബത്തിഅ. ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ടല്ലോ, വേഗത്തിൽ ഓതുന്ന ഒരാൾ 30 ആയത്തും മെല്ലെ ഓതുന്ന ആൾ 20 ആയത്തും ഓതുക എന്നുള്ള കണക്ക് പറയപ്പെട്ടല്ലോ. അതിനെപ്പറ്റി ഇമാം അഹ്മദിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഫിഹാദാ മശഖത്തുൻ അലന്നാസ്, ഇതിൽ ജനങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. വലാ സിയ്യമാ ഫി ഹാദിഹിൽ ലയാലി അൽ ഖിസാർ, പ്രത്യേകിച്ചും രാത്രി കുറവാകുന്ന സമയത്ത്, അഥവാ ചില സമയങ്ങളിൽ രാവ് കുറവും പകല് കൂടുതലാവും. പൊതുവെ റമളാനിന് സാധാരണ അധികവും ഉണ്ടാവുക പകല് കൂടുതലും രാത്രി കുറവും എന്നുള്ളതായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇത്രയും തോന ഓതുകൂടിയും ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാകും. കാരണം ഫജറിനെ പിന്നെ തിരിച്ചു പോകാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ, ബുദ്ധിമുട്ടാകും. വൈന്നമൽ അംറു അലാ മാ യഹ്തമിലുഹു നാസ്, ഇവിടെ തറാവീഹ് നിസ്കാരം അല്ലെങ്കിൽ ഖിയാം റമദാൻ നിസ്കാരം ഇമാം പാരായണം ചെയ്യേണ്ടത് ജനങ്ങൾക്ക് സാധിക്കുന്ന ഒരളവിലായിരിക്കണം എന്നാണ് ഇമാം അഹ്മദ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അഥവാ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിലുള്ള ഒരളവിൽ ഓതിയാൽ മതി എന്നാണ് ഇമാം അഹ്മദ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. വഖാല അഹ്മദ് ലിബഅദി അസ്ഹാബിഹി, ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാരോട് പറഞ്ഞത്, വകാന യുസല്ലി ബിഹിം ഫി റമദാൻ, അവരെ കൊണ്ട് നിസ്കരിക്കുമ്പോഴെല്ലാം അല്ലെങ്കിൽ അവർ ഇമാമിങ്ങളായി നിസ്കരിക്കുമ്പോൾ, ഹൗലാഇ ഖൗമുൻ ളുഅഫാ, ഈ ആളുകൾ സാധുക്കളാണ്, അതോ ദുർബലരാണ്, അത്ര കുറേ നിസ്കരിക്കാനൊന്നും വയ്ക്കൂല. ഇഖ്റ ബിഹിം 5 6 7, അവരെ കൊണ്ട് 5 6 7 ആയത്തുകൾ പാരായണം ചെയ്ത് നിസ്കരിച്ചാൽ മതി ഒരു റക്അത്തിൽ. ഖാല ഫഖറഅതു ഫഖതംതു ലൈലത 27, ഞാൻ അങ്ങനെ പാരായണം ചെയ്തിട്ട് തന്നെ പിന്നെ 27-ാം രാവിൽ ഖുർആൻ ഖത്തം തീർത്തിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. ചില ഖിയാമുൽ ലൈലും അതല്ലാത്ത നിസ്കാരത്തിലൊക്കെ നിസ്കരിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ റക്അത്തുകളുടെ എണ്ണം കൂട്ടിയിട്ടായിരിക്കാം. എന്തായാലും 27-ാമത്തെ രാത്രിയിൽ തന്നെ ഖുർആൻ ഖത്തം തീർത്തിട്ടുണ്ട് എന്ന്. ഇവിടെ ചുരുക്കത്തിൽ ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാത്രി നിസ്കാരത്തിൽ ഇമാമ് നിൽക്കുന്ന ആൾ കൂടുതലായിട്ട് പാരായണം ചെയ്യുകയാണോ വേണ്ടത്? കൂടുതലായി പാരായണം ചെയ്തിരുന്നു വന്നല്ലോ, അപ്പോൾ അത് കൂടുതലായി പാരായണം ചെയ്യുകയാണോ വേണ്ടത്, അതെല്ലാ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പാരായണം ചെയ്യുകയാണോ വേണ്ടത്? അതിൽ ചില പണ്ഡിതന്മാർ സൂറത്തുൽ ബഖറയിലെ 10 ആയത്തിന് വരുന്ന അത്രയെങ്കിലും ഒരു റക്അത്തിൽ പാരായണം ചെയ്യണം. അതാണ് ഇമാം മാലിക്, ഇമാം ഇസ്ഹാഖ് എന്നിവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇമാം അഹ്മദ് ആണെങ്കിൽ അവിടുന്ന് അഭിപ്രായപ്പെട്ടത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകരുത്, ജനങ്ങൾക്ക് സാധിക്കണം നല്ല രീതിയിൽ നിന്ന് നിസ്കരിക്കാൻ, ആ ഒരു അളവിൽ 6 7 ഒക്കെ ആയത്തുകൾ ഓതിയാൽ മതി എന്നാണ് അഭിപ്രായപ്പെട്ടുള്ളത്. വഖദ് റുവിയ അനിൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, അന്നല്ലദീ അമറഹു ഉമർ അൻ യുസല്ലിയ ബിന്നാസി കാന യഖറഉ 5 ആയാത്തിൻ 6 ആയാത്ത്. ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ കൊണ്ട് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി ഇമാമിനെ ഏൽപ്പിച്ചപ്പോൾ അവർ 5 6 ഒക്കെ ഓതിയിട്ടുണ്ട് എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു. ഹസൻ ബസ്രി എന്ന് ജീവിച്ചിരുന്ന ആളാണ്.
ഹസനുൽ ബസ്രി സ്വഹാബികളുടെ കാലത്ത് ജീവിച്ചിരുന്ന താബിഈ എന്ന് പറയുന്ന ആളാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു അദ്ദേഹം വളർന്നൊക്കെ, മൗലയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ആരാണ് നബിമാരുടെ വാക്ക് പറയുന്നത്, അല്ലെങ്കിൽ സിദ്ദീഖീങ്ങളുടെ വാക്ക് പറയുന്ന ആൾ ഇത് ആരാണ് എന്നൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ട് ഹസനുൽ ബസ്രിയെ പറ്റിയിട്ട്. അപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത്ര ആയത്തുകൾ ഓതിയിട്ടുള്ളൂ എന്ന് ഹസനുൽ ബസ്രിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് കാണാം. കലാമുൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദിൻ്റെ വാക്ക് യദുല്ലു അലാ അന്നഹു യുറാഅ ഫിൽ ഖിറാഅത്തി ഹാൽ മുഅ്മിൻ, ഈ ഖിറാഅത്തിൽ, ഈ ഒരു ഖിയാമു റമദാനിൽ ഇമാമ് പാരായണം ചെയ്യുന്നതിൽ ഈ മഅ്മൂമിങ്ങളുടെ അവസ്ഥയെ പരിഗണിക്കപ്പെട്ടിരുന്നു എന്നറിയിക്കുന്ന ഒരു വാക്കാണ് ഇമാം അഹ്മദിൻ്റെ. ഫലാ യുശഖ്ഖു അലൈഹിം, അവരുടെ മേലൊരു മശഖത്തുണ്ടാവരുത്. വഖാലഹു ഐളൻ ഗൈറുഹു മിനൽ ഫുഖഹാഇ മിൻ അസ്ഹാബി അബി ഹനീഫ വഗൈരിഹിം, അബൂ ഹനീഫ ഇമാമിൻ്റെയും അതുപോലെ തന്നെ ആ മദ്ഹബിലുള്ള പല ഫുഖഹാക്കളിൽ നിന്നും മറ്റു പല ഫുഖഹാക്കളും പൊതുവെ അഭിപ്രായപ്പെട്ടിട്ടുള്ള കാര്യം ഇതാണ്, ജനങ്ങൾക്ക് മശഖത്തില്ലാത്ത രീതിയിൽ വേണം ഇമാം നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇനി പറയുന്നുണ്ട്, ഇനി അപ്പോൾ സുദീർഘമായി നിസ്കരിക്കേണ്ടതോ അത് എപ്പോഴാണ് ചെയ്യുക? അതൊരാൾ ഒറ്റയ്ക്ക് രാത്രി നിസ്കരിക്കുന്ന സമയത്താണ് അങ്ങനെ അപ്പോൾ അയാളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇമാം നിൽക്കുന്ന സമയത്ത് മൗമിയങ്ങളിൽ പല ആളുകളുണ്ടാവും, ചിലപ്പോൾ രോഗികളുണ്ടാവും, വൃദ്ധന്മാരുണ്ടാകും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും, പല കഷ്ടപ്പാടുകളുള്ളവരുണ്ടാവും. അവർക്കൊക്കെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒരാൾ എന്ത് ചെയ്യരുത്, നിന്ന് സുദീർഘമായിട്ട് പാരായണം ചെയ്യരുത്. ഇനി ഒരാൾക്ക് നിന്ന് കുറേ നേരം നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാം, അയാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് അങ്ങനെ ഓതാം വരുന്നുണ്ട്. വഖദ് റൂയ അൻ അബീ ദർദിൻ റളിയല്ലാഹു അൻഹു, അബൂ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, അബൂ ദാവൂദ്, തിർമിദി, നസായി എന്നിവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ബിഹിം ലൈലത 23 ഇലാ സുൽസുൽ ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ കൊണ്ട് റമദാനിലെ 23-ാമത്തെ ദിവസം അല്ലെങ്കിൽ 23-ാമത്തെ ആ രാത്രിയിൽ രാത്രിയുടെ 1/3 വരെ നിന്ന് നിസ്കരിച്ചു. ഇശാന് ശേഷം ആരംഭിച്ച് 1/3 വരെ നിസ്കരിച്ചു. വലൈലത്തെ 25 ഇലാ നിസ്ഫിൽ ലൈൽ, അങ്ങനെ 25-ാമത്തെ രാവിൻ്റെ പകുതിയോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ കൊണ്ട് ഇമാമ നിന്ന് നിസ്കരിച്ചു. ഫഖാലു ലഹു, അപ്പോൾ സഹാബികൾ പകുതി നിസ്കരിച്ചപ്പോൾ സഹാബികൾ പറഞ്ഞു, ലൗ നഫൽതനാ ബഖിയ്യത ലൈലതിനാ, റസൂലേ ഞങ്ങളുടെ ഈ രാത്രിയുടെ ബാക്കി കൂടി നിങ്ങളിങ്ങനെ ഇമാമൊന്നിങ്ങനെ നിസ്കരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കത് പൂർത്തിയായിട്ട് രാത്രി മൊത്തം നിസ്കരിക്കാറുന്നു എന്ന നിലക്കൊക്കെ പറഞ്ഞു. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ഇദാ സ്വല്ലാ മഅൽ ഇമാം, ഒരു വ്യക്തി ഇമാമിനോടൊപ്പം നിസ്കരിച്ചാൽ, ഹത്താ യൻസരിഫ, ഇമാം പിരിയുന്നത് വരെ നിസ്കരിച്ചാൽ, കുതിബ ലഹു ബഖിയ്യതു ലൈലതിഹി, അവൻ്റെ മേലെ ബാക്കിയുള്ള രാത്രി നിസ്കാരമെല്ലാം രേഖപ്പെടുത്തപ്പെടും. ഖറജഹു അഹ്ലുസ് സുനൻ വഹസ്സനഹു തിർമിദി. അപ്പോൾ ഇതിലെന്ത് മനസ്സിലായി? ഇമാമിനോടൊപ്പം രാത്രി ഒരു ജമാഅത്ത് മുഴുവൻ നിസ്കരിച്ചാൽ, ഇമാം നിസ്കാരം പിരിഞ്ഞു പോകുന്നവരെ നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച രേഖപ്പെടുത്തപ്പെടും. വഹാദ യദുല്ലു അല, എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി പറയുകയാണ് റഹിമഹുല്ലാ, ഇതറിയിക്കുന്നു അന്ന ഖിയാമ സുലുസിൽ ലൈലി വ നിസ്ഫിൽ ലൈലി യുക്തബു ബിഹി ഖിയാമു ലൈലത്തിൻ ലാകിൻ മഅൽ ഇമാം, രാത്രിയുടെ 1/3 രാത്രിയുടെ പകുതിയോ നിസ്കരിച്ചാലൊക്കെ രാത്രി മുഴുവൻ നിസ്കരിച്ചതായി രേഖപ്പെടുത്തപ്പെടും. പക്ഷെ എന്താവണം? ഇമാമിനോടൊപ്പം ആയിരിക്കണം. വക്കാനൽ ഇമാമു അഹ്മദ് യഖുദു ബിഹാദിൽ ഹദീസ്, ഇമാം അഹ്മദ് ഈ ഹദീസിനെ തെളിവായി എടുത്തുകൊണ്ട് വയുസല്ലി മഅൽ ഇമാം ഹത്താ യൻസരിഫ വലാ യൻസരിഫു ഹത്താ യൻസരിഫൽ ഇമാം, ഇമാമിനോടൊപ്പം ഇമാം പിരിയുന്നത് വരെ നിസ്കരിക്കാറുണ്ട്, ഇമാം പിരിയുന്നത് വരെ വിട്ടുപോകാറുമില്ല, ഇമാമിനോടൊപ്പം മുഴുവനായിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. വഖാല ബഅദു സലഫുകളിൽ ചിലർ പറഞ്ഞു, മൻ ഖാമ നിസ്ഫൽ ലൈൽ ഫഖദ് ഖാമൽ ലൈല, ആരാണോ രാത്രിയുടെ പകുതി നിസ്കരിച്ചത് അവർ രാത്രി മുഴുവൻ നിസ്കരിച്ചു, അഥവാ ഈ നിലക്ക്. وفي سنن أبي داود عن عبد الله بن عمرو عن النبي صلى الله عليه وسلم قال, സുനൻ അബൂ ദാവൂദിൽ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഖാമ ബി10 ആയാത്തിൻ, ആരാണോ രാത്രിയിൽ 10 ആയത്തുകൾ ഓതി പാരായണം ചെയ്ത് നിസ്കരിക്കുന്നത്, ലം യുക്തബ് മിനൽ ഗാഫിലീൻ, അവനെ അശ്രദ്ധരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തപ്പെടുകയില്ല. വമൻ ഖാമ ബി100 ആയ കുതിബ മിനൽ ഖാനിതീൻ, ആരാണോ 100 ആയത്തുകൾ പാരായണം ചെയ്ത് നിസ്കരിക്കുന്നത് അവൻ്റെ മേലെ അവൻ അള്ളാഹുവിനോട് അങ്ങേറ്റം താഴ്മ കാണിക്കുന്ന ആളായിട്ട് രേഖപ്പെടുത്തപ്പെടും. വമൻ ഖാമ ബി1000 ആയത്തിൻ കുതിബ മിനൽ മുഖന്തിരീൻ, ആരാണോ 1000 ആയത്തുകൾ പാരായണം ചെയ്യുന്നത് അവനെ മുഖന്തിരീങ്ങളിൽ എഴുതപ്പെടും. അതായത് യഅനി അന്നഹു യുക്തബു ലഹു ഖിൻതാർ മിനൽ അജ്ർ, ഖിൻതാർ എന്ന് പറഞ്ഞാൽ വലിയ അളവ്, വലിയൊരു അളവിനാണ്. അപ്പോൾ അത്രത്തോളം
പ്രതിഫലം നൽകപ്പെടും 1000 ആയത്ത്. അവസാനത്തെ ഒരു ജുസ് തന്നെ 1000 ആയത്തുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എണ്ണി പറഞ്ഞത് കാണാം. അപ്പോൾ രാത്രിയിൽ എത്ര ആയത്ത് ഓതുന്നുവോ അതിന് ഇത്ര പ്രതിഫലമുണ്ട്. 10 ആണെങ്കിൽ 100 ആണെങ്കിൽ അതിൽ കൂടുതൽ 1000 ആണെങ്കിലൊക്കെ അതിൻ്റെ പ്രതിഫലത്തിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഫമൻ അറാദ് അൻ യുതീല ഫിൽ ഖിറാഅ, എന്നിട്ട് ഇബ്നു റജബ് പറയാണ്, ആരെങ്കിലും അവൻ്റെ ഖുർആൻ പാരായണത്തെ ദീർഘിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ വയസീദ വക്കാന യുസല്ലി ലിനഫ്സിഹി, അവൻ അധികരിക്കപ്പെടണമെന്ന് കൊണ്ട് എങ്കിൽ അവൻ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യട്ടെ, ഫൽയുതവ്വിൽ മാഷാ, അവൻ ഉദ്ദേശിക്കുന്ന പോലെ ദീർഘിപ്പിച്ചു കൊള്ളട്ടെ. അവൻ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്, അപ്പോൾ അവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, അവനെ കൊണ്ട് വേറെ ആൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അവൻ എത്ര വേണമെങ്കിൽ നിസ്കരിച്ചോട്ടെ. കമാ ഖാലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ മസ്നാ എന്നൊക്കെ പറഞ്ഞ പോലെ എത്ര നിസ്കരിച്ചോട്ടെ. വകദാലിക മൻ സ്വല്ലാ ബി ജമാഅത്തിൻ യർദൗന ബി സ്വലാത്തിഹി, പക്ഷേ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത്, ആളുകളെ കൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് അവർക്ക് അവൻ്റെ നിസ്കാരത്തിൽ ഒരു തൃപ്തി ഉണ്ടായിരിക്കണം. അഥവാ പിന്നെ നിസ്കാരത്തിൽ ആളുകൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത്. വേറെ ഹദീസുകളുണ്ട്, ഒരു ഇമാമിനെ മൂമിയങ്ങൾക്ക് അയാൾ ഇമാമ് നിൽക്കുന്നത് ഇഷ്ടമല്ല എങ്കിൽ ആ ഇമാമായിട്ട് നിൽക്കരുത്. അതായത് ഒരാൾ ഇമാമ് നിൽക്കുന്നത് മൂമിയങ്ങൾക്ക് തൃപ്തിയില്ല എങ്കിൽ അയാൾ ആ ഇമാം എന്ന് നിസ്കരിക്കരുത് എന്ന് തന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് കാരണം കൊണ്ടാകാം, ഇവിടെ ഈ നിലക്ക് മുഅ്മിനീങ്ങൾക്ക് എന്താവരുത്, ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലാകരുത് നിസ്കാരം. സുദീർഘമായി നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒറ്റയ്ക്ക് നിസ്കരിക്കട്ടെ. വകാന ബഅദു സലഫുകളിൽ ചിലർ പറഞ്ഞത് കാണാം, യഖ്തിമു ഫീ ഖിയാമി റമളാൻ, സലഫുകളിൽ ചിലർ യഖ്തിമു ഫീ ഖിയാമി റമളാന ഫീ കുല്ലി 3 ലയാലിൻ, റമളാനിലെ രാത്രി നിന്ന് നിസ്കരിക്കുമ്പോൾ 3 ദിവസം നിസ്കാരത്തിൽ തന്നെ അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഖുർആൻ മുഴുവൻ ഓതി തീർക്കാറുണ്ടായിരുന്നു. ചിലർ വബഅദുഹും ഫീ കുല്ലി 7, ചിലർ 7 ദിവസത്തിൽ രാത്രിയിൽ നിസ്കാരത്തിൽ ഖുർആൻ, അതായത് അത്രയും സുദീർഘമായി ഓതാറുണ്ടായിരുന്നു. മിൻഹും ഖതാദ, അതിൽപ്പെട്ടതാണ് ഖതാദ റഹിമഹുല്ലാഹ്. വബഅദുഹും ഫീ കുല്ലി 10, ചിലർ 10 ദിവസത്തിൽ രാത്രിയിൽ അവർ 10 ദിവസത്തിൽ ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതി തീർക്കാറുണ്ടായിരുന്നു. വമിൻഹും അബൂ റജാ അൽ ഉതാരിദി, അതിൽപ്പെട്ടാരാണ് അബൂ റജാ. വകാന السلف يتلون القرآن في شهر رمضان في الصلاة وغيرها, റമളാനിൽ സലഫുകൾ നിസ്കാരത്തിലും അതല്ലാതെയുമെല്ലാം ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. കാനൽ അസ്വദു യഖറഉൽ ഖുർആന ഫീ കുല്ലി ലൈലതൈൻ ഫീ റമളാൻ, അസ്വദ് റഹിമഹുല്ലാഹ് റമളാനിലെ ഓരോ 2 രാത്രികളിലും ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു. വകാന അൻ-നഖഈ, ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് യഫ്അലു ദാലിക ഫിൽ 10 അവാഖിർ മിൻഹും ഖാസതൻ, അങ്ങനെ ഈ 2 രാത്രിയിലായിക്കൊണ്ട് അവസാനത്തെ 10 എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഈ 2 രാത്രിയിൽ ഖുർആൻ മുഴുവൻ ഓതി തീർക്കുമായിരുന്നു. വഫീ ബഖിയ്യത്തി ശഹ്രി ഫീ കുല്ലി 3, ബാക്കിയുള്ള ആദ്യത്തെ 20 ദിവസം 3 ദിവസത്തിലായിക്കൊണ്ട് ഖുർആൻ ഓതി തീർക്കുമായിരുന്നു. വകാന ഖതാദ റഹിമഹുല്ലാഹ് യഖ്തിമു ഫീ കുല്ലി 7 ദായിമൻ, സാധാരണ തന്നെ റമളാനിൽ അല്ലെങ്കിൽ തന്നെ 7 ദിവസത്തിൽ ഖുർആൻ ഓതി തീർക്കാറുണ്ട്. വഫീ റമളാനിലാകുമ്പോഴോ ഫി കുല്ലി 3, 3 ദിവസത്തിലും. വഫിൽ 10 അവാഹിർ കുല്ല ലൈലത്തിൻ, അവസാനത്തെ 10 ആകുമ്പോൾ എന്തു ചെയ്യാറുണ്ട്, ഓരോ ദിവസത്തിലും ഖതാദ റഹിമഹുല്ലാഹ് ഖുർആൻ ഓതി തീർക്കാറുണ്ടായിരുന്നു. വകാന ലിശ്ശാഫിഈ റഹിമഹുല്ലാഹ് ഫി റമളാൻ 60 ഖത്മതൻ യഖ്റഉഹാ ഫി ഗൈരി സ്വലാ, നിസ്കാരത്തിൽ അല്ലാതെ തന്നെ 60 തവണ ഖുർആൻ ഓതി തീർക്കാറുണ്ടായിരുന്നു ഇമാം ശാഫിഈ. വൻ അബി ഹനീഫ നഹ്വുഹു, അബൂ ഹനീഫ റഹിമഹുല്ലാഹും അതുപോലെ തന്നെ. വകാന സുഹ്രി ഇദാ ദഖല റമളാൻ ഖാല, ഇമാം സുഹ്രി റഹിമഹുല്ലാഹ് റമളാൻ ആയി കഴിഞ്ഞാൽ പറയാറുണ്ട്, ഇന്നമാ ഹുവ തിലാവത്തുൽ ഖുർആൻ വ ഇത്ആമുത് തആം, റമളാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണവും ആളുകളെ ഭക്ഷിപ്പിക്കലുമാണ്. ഖാല ഇബ്നു അബ്ദുൽ ഹക്കം റഹിമഹുല്ലാഹ് പറയാണ്, കാന മാലികുൻ ഇദാ ദഖല റമളാൻ, ഇമാം മാലിക് റമളാൻ ആയി കഴിഞ്ഞാൽ നഫറ മിൻ ഖിറാഅത്തിൽ ഹദീസ് വ മുജാലസത്തി അഹ്ലിൽ ഇൽം, ഹദീസ് വായിക്കുന്നതിനെ തൊട്ടും ഇൽമിൻ്റെ മറ്റുള്ള മസായിലുകൾ ചർച്ച ചെയ്യുന്ന സദസ്സുകളെ തൊട്ടൊക്കെ മാറി നിന്ന് വാഖബല അലാ തിലാവത്തിൽ ഖുർആനി മിനൽ മുസ്ഹഫിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്ക്, മുസ്ഹഫ് നോക്കി ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ മുഴുകുമായിരുന്നു. വഖാല അബ്ദുർ റസാഖ് അസ്സൻആനി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയാണ്, കാന സുഫിയാൻ അസ്സൗരി ഇദാ ദഖല റമളാൻ, സുഫിയാൻ അസ്സൗരി റമളാൻ ആയി കഴിഞ്ഞാൽ തറക ജമീഅൽ ഇബാദത്തി വഖബല അലാ തിലാവത്തിൽ ഖുർആൻ, മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്
ഖുർആൻ പാരായണത്തിൽ മുഴുകാറുണ്ടായിരുന്നു. വകാനത്ത് ആയിഷത്തു, മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മറ്റുള്ള ഇബാദത്തുകൾ തന്നെ മാറ്റിവെച്ച് ഖുർആൻ പാരായണത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. വകാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ തഖ്റഉ ഫിൽ മുസ്ഹഫ് അവ്വലൻ നഹാർ ഫി ശഹ്രി റമളാൻ, റമളാനിലെ ആദ്യ പ്രഭാതത്തിൽ അഥവാ ഫജറിൻ്റെ തൊട്ട് മുമ്പുള്ള ഫജർ കഴിഞ്ഞിട്ടുള്ള ആ സമയത്തിൽ തന്നെ ഖുർആൻ പാരായണം തുടങ്ങും. ഫൈദാ ത്വലഅത്തി ശംസു നാമത്ത്, സൂര്യൻ നേരെ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഉറങ്ങാറുണ്ടായിരുന്നു. വഖാല സുഫിയാൻ അസ്സൗരി അല്ലെങ്കിൽ സുഫിയാൻ ഉയൈന, ആരാണ് പറഞ്ഞിട്ടില്ല, സുഫിയാൻ റഹിമഹുല്ലാ, കാന സുബൈദുൻ അൽ യാമിയു ഇദാ ഹദറ റമളാൻ, സുബൈദ് അൽ യാമി റഹിമഹുല്ലാ റമളാൻ ആയി കഴിഞ്ഞാൽ അഹ്ദറ അൽ മസാഹിഫ് വജമഅ ഇലൈഹി അസ്ഹാബഹു, മുസ്ഹഫുകൾ അവിടെ ആളുകൾക്ക് ഓതാൻ രീതിയിൽ വെക്കുകയും അതിലേക്ക് ആളുകളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യാറുണ്ടായിരുന്നു. അതായത് സലഫുകൾ റമളാനിൽ ഖുർആൻ പാരായണം വളരെ ശ്രദ്ധയോടുകൂടി ഗൗരവത്തോടുകൂടി കണ്ടിരുന്നു. വൈന്നമാ വറദ നഹ്യു അൻ ഖിറാഅത്തിൽ ഖുർആൻ, ഇനിയൊരു ചർച്ചയാണ്, ഇനിയൊരു മസലയാണ്, പലർക്കും സംശയമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ വന്നിട്ടുണ്ട്, 3 ദിവസത്തിൽ കുറവായിക്കൊണ്ട് ഖുർആൻ ഒരാൾ ഓതുകയാണെങ്കിൽ ഖുർആനോടുള്ള ഹക്ക് അവന് വീട്ടുന്നില്ല. 1 മാസത്തിലാണ് ഓതി തീർക്കേണ്ടത്, ശരിക്ക് 7 ദിവസം ചില ആളുകൾക്ക് ഇളവ് കൊടുത്തു. പിന്നെ 3 ദിവസം സഹാബികൾ ആവശ്യപ്പെട്ടപ്പോൾ 3 ദിവസം കൊടുത്തു. അതിലും കുറഞ്ഞിട്ട് ഓതരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നഹി വന്നിട്ടും ഇവിടെ സഹാബികൾ ഓരോ ദിവസത്തിലും 2 ദിവസത്തിലും 3 ദിവസത്തിലൊക്കെ ചെയ്തത് എന്താണ് എന്നാണ് ചർച്ച. വൈന്നമാ വറദ നഹ്യു അൻ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിൽ ഫി അഖല്ല മിൻ 3 അലൽ മുദാവത്തി അലാ ദാലിക്, 3 ദിവസത്തിൽ കുറഞ്ഞ അളവിൽ ഖുർആൻ ഓതി തീർക്കരുത് എന്നുള്ളത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അത് വന്നിട്ടുള്ളത്, ആ നഹി വന്നിട്ടുള്ളത് സ്ഥിരമായി അങ്ങനെ ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിലാണ്. ഫമ്മാ ഫിൽ ഔഖാത്തിൽ മുഫദ്ദല, എന്നാൽ ശ്രേഷ്ഠമായിട്ടുള്ള സമയങ്ങളിൽ കശഹ്രി റമളാൻ ഖുസൂസൻ അല്ലയാലി അല്ലത്തി യുത്ലബു ഫീഹാ ലൈലത്തുൽ ഖദ്ർ, റമളാനിലെ രാത്രികളിൽ, അതിൽ പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാത്രികൾ, അതായത് അവസാനത്തെ 10 രാത്രികളിൽ, ഔഫിൽ അമാക്കിൽ മുഫദ്ദല, അല്ലെങ്കിൽ ഫൗലുള്ള സ്ഥലങ്ങളിൽ, കമക്ക ലിമൻ ദഖലഹ മിൻ ഗൈരി അഹ്ലിഹ, മക്കയിൽ ഒരാൾ ചെന്നു, മക്കക്കാരനല്ലാത്ത ഒരാൾ, അവന് കുറച്ച് കാലം അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, അപ്പോൾ മക്ക ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ ഫൈസ്തഹബ്ബുൽ ഇക്താർ ഫീഹാ മിൻ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യൽ അധികരിപ്പിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഇഗ്തിനാമൻ ലിസ്സമാനി വൽ മക്കാൻ, അത് ആ സമയത്തെയും ആ സ്ഥലത്തെയും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് മക്കാരനല്ലാത്ത ഒരാൾ മക്കയിൽ പോയി കഴിഞ്ഞാൽ അവന് എത്ര ദിവസം നിൽക്കാൻ പറ്റും? കുറച്ച് ദിവസം. അപ്പോൾ അവിടെയുള്ള അമലുകൾ കൂട്ടാൻ വേണ്ടി ഖുർആൻ പാരായണം കൂട്ടുക. റമളാൻ എത്ര ഉണ്ടാവുക? 1 മാസം. അപ്പോൾ ആ സമയത്ത് കൂടുതൽ ഓതുക. വഹാദ ഖൗലു അഹ്മദ് വ ഇസ്ഹാഖ് വ ഗൈരിഹിമ മിനൽ അയിമ്മ, ഇതാണ് ഇമാം അഹ്മദ്, ഇമാം ഇസ്ഹാഖ് പോലുള്ള സലഫുകളുടെ അയിമ്മത്തുകൾ അഭിപ്രായപ്പെട്ടുള്ളത് ഈ വിഷയത്തിൽ. വ അലൈഹി യദുല്ലു അമലു ഗൈരിഹിം കമാ സബഖ ദിക്റുഹു, ഇതിനുള്ള തെളിവാണ് മറ്റുള്ള ഇമാമിയങ്ങളും സലഫുകളും സഹാബികളിൽ നിന്ന് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ധരിക്കപ്പെട്ടുള്ളത്. ഈ കാര്യത്തെ അറിയിക്കുന്നതിനുള്ള തെളിവാണ്. ചുരുക്കത്തിൽ ഖുർആൻ പാരായണം വളരെയധികം അധികരിപ്പിക്കേണ്ട സമയമാണ് റമളാൻ, പ്രത്യേകിച്ചും രാത്രിയിലാണ് അത് കൂടുതൽ അധികരിപ്പിക്കുന്നതിന് ഫദ്ല് ഉള്ളത് എന്ന് പല കാരണങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. നിന്ന് നിസ്കരിക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കാവുന്നതാണ്. ഇമാം നിൽക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങളുടെ അവസ്ഥയെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. അതിൻ്റെ അളവ് എത്രയായിരിക്കണം എന്നുള്ളതിൽ ഉലമാക്കൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ചുരുക്കത്തിൽ അതിൻ്റെ ഉദ്ദേശം മുഅ്മിനീങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ വേണം ഇമാമിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി. ഒറ്റക്കാകുമ്പോൾ അവന് ദീർഘിച്ച് നിസ്കരിക്കാവുന്നതാണ്. ഇനി റമളാനുമായി ബന്ധപ്പെട്ട് റമളാനിലെ 2 ജിഹാദുകളാണ് അടുത്ത ഒരു ചർച്ചയായിട്ട് പറയുന്നത്. ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അതുപോലെ വേറെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത മജ്ലിസ് ഫിൽ അശ്രിൽ ഔസത്ത്, റമളാനിലെ മധ്യഭാഗത്തുള്ള 10 ദിവസവുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ പകുതി കഴിഞ്ഞാൽ എന്തായിരിക്കണം ഒരാളുടെ അമലുകളും അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം അവസാനത്തെ 10ൻ്റെ പ്രത്യേകതകളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പിന്നെ ഈദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. അതിൻ്റേതായ സമയമെടുത്ത് ബാക്കി ഭാഗം അടുത്ത ദർസിൽ വായിക്കാവുന്നതാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.